അനു, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ചുള്ളൻ ഡോക്ടർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. കാണണമെങ്കിൽ വാ. നഴ്സ് അഭിരാമിയുടെ പറച്ചിൽ കേട്ടാണ് ഫയലുകൾക്കിടയിൽ നിന്ന് മുഖമുയർത്തിയത്. പുറത്തേക്കിറങ്ങിയതും പുതിയ ഡോക്ടറെ കാണാൻ വേണ്ടി സകലമാന പിടകോഴികളും ഓടുന്നത് കണ്ടു. ഇവരൊക്കെ ഇങ്ങനെ ഓടണമെങ്കിൽ വന്നത് ഒരൊന്നൊന്നര മുതലായിരിക്കും. എന്തായാലും ഒന്ന് കണ്ടു കളയാമെന്ന് വെച്ച് നേരെ ആന്റിയമ്മയുടെ ക്യാബിനിലേക്ക് വിട്ടു. ആന്റിയമ്മ ആരാ എന്നല്ലേ? ഈ ഹോസ്പിറ്റലിലെ MD, എൻ്റെ അമ്മയുടെ അനിയത്തി, ഡോക്ടർ രേവതി നമ്പ്യാർ. പൊക്കി പറയുവല്ല, നല്ല കൈപുണ്യമുള്ള ഈ ഹോസ്പിറ്റലിലെ ഏറ്റവും തിരക്കുള്ള കാർഡിയോളജി സ്പെഷ്യലിസ്റ്റ്. പുറത്തുനിന്നെത്തി വലിഞ്ഞു നോക്കിയതും ബ്ലൂ ജീൻസും വൈറ്റ് ഷർട്ടും ഇട്ട് നല്ല ഫോമൽ ലുക്കിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. കുറച്ചു നേരം തട്ടിക്കളിച്ച് നിന്നിട്ടും രക്ഷയില്ലെന്ന് കണ്ടോണ്ട് അങ്ങ് ഇടിച്ചു കയറി ചെന്നു. അകത്തെത്തി ആളുടെ മുഖത്തേക്ക് നോക്കിയതും ഇതുവരെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കോഴിക്കുഞ്ഞുങ്ങൾ കൂകി വിളിക്കാൻ തുടങ്ങി. ട്രിം ചെയ്ത് വെട്ടി ഒതുക്കിയിരിക്കുന്ന താടി, ചെമ്പൻ മുടിയിഴകൾ ഒന്ന് രണ്ടെണ്ണം നെറ്റിയിലേക്ക് പാറി വീണ് കിടന്നു. കഴുത്തിൽ നേർത്ത ഒരു സ്വർണ്ണ ചെയിൻ, കയ്യിൽ ആപ്പിളിൻ്റെ ഒരു വാച്ച്. എൻ്റെ കിളി പോയി നിൽപ്പ് കണ്ടിട്ടാവണം ബാക്കി സ്കാനിങ്ങിൻ്റെ ടൈം നൽകാതെ ആന്റിയമ്മ ഇടയ്ക്ക് കയറി. അനു, ഇത് ഡോക്ടർ ഗൗതം, ഗൈനക്കോളജിസ്റ്റ്, നമ്മുടെ പുതിയ അപ്പോയിൻമെൻറ്റ്. ഗൗതം, ഇത് അനുപമ, എൻ്റെ നീസാണ്. ഇവിടുത്തെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു. എന്തായാലും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കാൻ ഒരു ചാൻസ് കിട്ടിയതല്ലേ, മിസ്സാക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച് 32 പല്ലും കാണിച്ച് നല്ല കിണ്ണം കാച്ചിയ ചിരിയങ്ങ് സമ്മാനിച്ചു. പക്ഷെ പണിപാളി. അങ്ങനെ എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. ജാടത്തിണ്ടി. കൂടാതെ നമ്മളെ ഒരു പുച്ഛവും ഇല്ലേ എന്ന് ഒരു സംശയം. ഇങ്ങേർക്ക് ഇത്ര പുച്ഛിക്കേണ്ട കാര്യം എന്താ? പണ്ട് എനിക്കും കിട്ടിയതാ മെഡിസിന് സീറ്റ്. പക്ഷേ പണ്ട് മുതലേ സൂചി ഫോബിയ, അതായത് സൂചിപ്പേടി ഉള്ളതുകൊണ്ടേ എൻട്രൻസിൻ്റെ സീറ്റും കളഞ്ഞ് ഡിഗ്രിക്ക് പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മക്ക് യോഗമില്ല. പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട് ഈ ഡോക്ടർമാർ ഡോക്ടറെ തന്നെ നോക്കുള്ളൂന്ന്. എൻ്റെ ഭഗവാനെ, ഇഷ്ടംപോലെ ഡോക്ടർ പെൺപിള്ളേരുള്ളതാ ഇവിടെ. അമ്മക്കൊരു മുൻഗണന തന്നേക്കണേ. എന്തായാലും നാളെ മുതൽ മിഷൻ ഗൗതം പാർട്ട് 1 ആരംഭിക്കാൻ മനസ്സിൽ പല പ്ലാനുകളും കണക്ക് കൂട്ടി. പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി ഒരു സാരിയൊക്കെ ഉടുത്ത് സ്ലോ മോഷനിൽ ഇറങ്ങിച്ചെന്നതും കണ്ണ് രണ്ടും തള്ളി ആന്റിയമ്മ നിൽക്കുന്നു. അടുത്ത് ചെന്ന് തട്ടി വിളിച്ചിട്ടും അനക്കൊന്നുമില്ല. ആന്റിയമ്മേ, ഇത്തിരി ഉറക്ക വിളിച്ചതും സ്വപ്നത്തിലെന്ന പോലെ ആള് ഞെട്ടുന്നത് കണ്ടു. അല്ല, എങ്ങനെ ഞെട്ടാതിരിക്കും? രാവിലെ തല വഴി വെള്ളം ഒഴിക്കാതെ എഴുന്നേൽക്കാത്ത ഞാൻ കുളിച്ചൊരുങ്ങി, അതും സാരിയിൽ. അടുത്ത് വന്ന് എൻ്റെ മുഖത്തും തലയിലും ഒക്കെ തലോടുന്ന കണ്ടു. എന്താ ആന്റിയമ്മേ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നേ? എന്താ, എന്തു പറ്റി? എത്ര നാളുകൾക്ക് ശേഷം എൻ്റെ മോളെ ഒരുങ്ങിക്കാണുന്നത്. സന്തോഷം കൊണ്ടാ ആന്റിയമ്മയുടെ കണ്ണ് നിറഞ്ഞത്. എൻ്റെ 10ാം പിറന്നാളിൻ്റെ അന്ന് രാവിലെ വീട്ടിൽ കേക്ക് മുറിയും ആഘോഷവും ഒക്കെ കഴിഞ്ഞ് നേരെ ഗുരുവായൂർക്ക് തിരിച്ചതാ. അവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് ഒരു ആക്സിഡന്റ്. എന്നെ മാത്രം തനിച്ചാക്കി വിധി അവരെ കൊണ്ടുപോകുമ്പോൾ മനസ്സിൽ ഒരു തരം മരവിപ്പായിരുന്നു. പിന്നീട് എന്നെ ഏറ്റെടുത്ത് വളർത്തിയത് ആന്റിയമ്മയാണ്. ആന്റി എന്ന വിളിയുടെ ഒപ്പം അമ്മയുടെ വാത്സല്യവും കൂടി പകർന്നു നൽകാൻ തുടങ്ങിയപ്പോൾ ആന്റിയമ്മയായി. കുട്ടികളില്ലാത്ത ആന്റിയമ്മയ്ക്ക് ഞാൻ മകളായി. അന്നത്തെ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാറുമില്ല. കുളിച്ചൊരുങ്ങി അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഇറങ്ങിയ ആ 10 വയസ്സുകാരി ഇന്നും ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുങ്ങാറില്ല. മുഖത്തൊരു പൊട്ട് പോലും തൊടാറില്ല. കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണീരിനെ വാശിയോടെ തന്നെ തട്ടിക്കളഞ്ഞു. അല്ലെങ്കിലും ചിരിച്ച് കളിച്ച് നടക്കുന്ന എത്രയോ മുഖങ്ങളിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ വലിയൊരു സങ്കടത്തിര അലയടിക്കുന്നത് കാണാം. ഇനി നിന്നാൽ സീൻ സെൻഡിയാകും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ വിഷയം മാറ്റി. ഹോസ്പിറ്റലിലെത്തിയതും നേരെ ഡോക്ടറുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ 10-15 റൗണ്ട് നടന്നിട്ടും ഡോക്ടർക്ക് ഒരു കുലുക്കവുമില്ല. ദിവസങ്ങൾ ശരവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ സാരി പരീക്ഷണവും മേക്കപ്പ് പരീക്ഷണവും ആസ്ഥാനത്തെ ഫ്ലോപ്പ് ആയിരുന്നുവെങ്കിലും ഒരു കാര്യത്തിൽ ആശ്വാസം ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ഡോക്ടറുടെ കട്ട കലിപ്പ് തന്നെ. ആ കലിപ്പിന് മുൻപിൽ
ഹോസ്പിറ്റലിലെ തരുണീമണികളെല്ലാം തങ്ങളുടെ കോക്കി വിളിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടിലടച്ച് നല്ല കുട്ടികളായി. ഒരു ദിവസം പതിവ് പോലെ ഡോക്ടറുടെ ക്യാബിന്റെ ഫ്രണ്ടിലേക്ക് കണ്ണു നട്ടിരുന്ന സമയത്താണ് പുറത്തൊരു കരസ്പർശം അറിഞ്ഞത്. ഇതിപ്പോ ആരായെന്നോർത്ത് തിരിഞ്ഞു നോക്കിയതും ദാ ഇളിച്ചോണ്ട് നിൽക്കുന്നു അഭിരാമി. എന്താടി പിശാശേ, മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇപ്പോ എത്ര ദിവസമായി അനു ഈ ഫാഷൻ പരേഡ് നടത്താൻ തുടങ്ങിയിട്ട്? ഈ ഹോസ്പിറ്റലിലെ സകലവാര പെൺപിള്ളേരും വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യമാ മോളെ അനു. അത് വളയുന്ന ടൈപ്പല്ല. നീ ആ മോഹം അങ്ങ് 8 മടക്കി പോക്കറ്റിൽ വെച്ചേക്ക്. മോളെ അഭിരാമി, ഇത് അനുപമയ. ഓം ശാന്തി ഓശാനിയിലെ നസ്രിയയാണ് നമ്മുടെ റോൾ മോഡൽ. അതുകൊണ്ട് അങ്ങേരെ ഞാൻ വളയ്ക്കുകയും ചെയ്യും. ഞങ്ങൾക്കുണ്ടാകുന്ന ആദ്യത്തെ കുഞ്ഞിന് അങ്ങേർക്കൊരു പൂർവ്വ കാമുകിയുണ്ടെങ്കിൽ അവളുടെ പേരിടുകയും ചെയ്യും. അഭിരാമിയോട് ബെറ്റുവെച്ച് ഇറങ്ങിയെങ്കിലും ഇനി മുതൽ ഏതടവ് പ്രയോഗിക്കുമെന്ന് ഗാഢമായി ചിന്തയിലായിരുന്നു ഞാൻ. എൻ്റെ ആദ്യത്തെ ഐഡിയ ചീറ്റിയ നിലയ്ക്ക് കളി മാറ്റി കളിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം എല്ലാം ഗർഭിണികളുടെയും ഊഴവും കഴിഞ്ഞ് ഏറ്റവും അവസാനം ഞാനും വയറുവേദനയാണെന്ന് പറഞ്ഞു ചെന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ എന്നെ നോക്കുന്ന ഡോക്ടറെ കണ്ടു. പിന്നെ ഇത് സ്ഥിര ഏർപ്പാടായപ്പം പുള്ളിക്ക് കാര്യം മനസ്സിലായി. ആളുടെ ടെറർ സ്വഭാവം പാവം എൻ്റെ അടുത്ത് ഇറക്കാനും തുടങ്ങി. അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു. ഒരു ദിവസം വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്നെത്തിയ ആൻറ്റിയമ്മ എൻ്റെ നേരെ ഒരു വൈറ്റ് എൻവലപ്പ് നീട്ടി. ഇതെന്താ സംഭവം? ലവ് ലെറ്റർ ആണോ? വയസ്സാം കാലത്ത് ആൻറ്റിയമ്മയ്ക്ക് ആരാ ലവ് ലെറ്റർ എഴുതിയത്? ലവ് ലെറ്റർ? ദേ പെണ്ണെ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇത് ഡോക്ടർ ഗൗതം നിനക്കെതിരെ എഴുതി തന്നിരിക്കുന്ന ഒഫീഷ്യൽ പരാതിയാണ്. സത്യം പറയാനു, ആ ഡോക്ടർ പരാതി നൽകിയെങ്കിൽ നീ കാര്യമായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. രാവിലത്തെ സംഭവം ഒരു സിനിമ പോലെ മനസ്സിലേക്ക് ഓടി വന്നു. ഡോക്ടറുടെ അടുത്ത് വയറുവേദനയെന്ന് കള്ളം പറഞ്ഞു പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ആളിന്ന് പതിവിലും കലിപ്പിലായിരുന്നു. നിന്റെ വയറുവേദനയ്ക്കുള്ള ചികിത്സ എൻ്റെ അടുത്തില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് സ്ഥലം ഊളംപാറയോ കുതിരവട്ടമോ ആയിരിക്കും. സാധാരണ ഒരാൾ എന്നെ ചൊറിഞ്ഞാൽ അവരെ മാന്തി വിടുന്ന സ്വഭാവം എനിക്ക്. പക്ഷെ ഡോക്ടറോട് ഞാൻ ക്ഷമിക്കും. ഒന്നുമില്ലെങ്കിലും നാളെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ ഞാൻ ക്ഷമിച്ചു തരണ്ടേ? പിന്നെ ഇപ്പോഴേ ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോ? എൻ്റെ ആ പറച്ചിലിന് അതുവരെ കേൾക്കാത്ത ന്യൂജൻ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുള്ള തൃശ്ശൂർ പൂരമായിരുന്നു പിന്നീട്. ഏതായാലും അത്രയൊക്കെ കേട്ടതല്ലേ, അങ്ങനെ തോറ്റു പിന്മാറാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഡോക്ടർക്ക് എൻ്റെ വക ചെറിയൊരു ഉപദേശം കൊടുത്തു. ഒപ്പം ചെറിയൊരു വെല്ലുവിളിയും നടത്തി. അത്രയുള്ളൂ. അയ്യേ, അതിനങ്ങേർക്ക് നാണമില്ലേ? കുഞ്ഞു പിള്ളേർ പരാതി പറയുന്ന പോലെ പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് പരാതി നൽകാൻ? അല്ല, നീ ഈ ചെറിയ ഉപദേശം, ചെറിയ വെല്ലുവിളി എന്താന്ന് പറഞ്ഞില്ലല്ലോ. അതെന്താണെന്നാ ചോദിച്ചത്. ആൻറ്റിയമ്മയുടെ ചോദ്യത്തിന് തടി തപ്പാൻ തുടങ്ങിയെങ്കിലും ആളെന്നെ വിടുന്ന ലക്ഷണമില്ല. അത് പിന്നെ ഈ ഗൈനക്കോളജിസ്റ്റ് എന്ന് പറയുന്ന അത്ര വലിയ സംഭവമൊന്നുമല്ല. ശരിക്കും പണ്ടത്തെ വയറ്റാട്ടിമാർ ചെയ്യുന്ന പണി തന്നെയല്ലേ. അധികം അഹങ്കരിക്കേണ്ടെന്ന് പറഞ്ഞു. അതാണ് ഉപദേശം കൊടുത്തത്. പിന്നെ വെല്ലുവിളി, അങ്ങേരെ തന്നെ കെട്ടി മിനിമം 5 പിള്ളേരുടെ അമ്മയുമായി ആ 5 പ്രസവവും അങ്ങേരെ കൊണ്ട് തന്നെ എടുപ്പിക്കുമെന്ന് പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നിന്നെ ഇത്രയും സന്തോഷത്തിൽ കാണുന്നേ. കല്യാണക്കാര്യം പറയുമ്പോൾ ഒക്കെ ഓരോന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. ഡോക്ടർമാരെ പണ്ട് മുതലേ നിനക്ക് ഇഷ്ടമല്ല. കോളേജിൽ പഠിക്കുമ്പോൾ എത്ര ആമ്പിള്ളാര് ഇങ്ങോട്ട് വന്നത്. അന്നൊന്നും ആരോടും തോന്നാത്ത എന്താ വെറും ഒരു സാധാരണക്കാരനായ ഗൗതമിനുള്ളത്. ഇനി ഡോക്ടർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എത്ര പ്രപ്പോസൽ നമുക്ക് നോക്കാം. ഈ ഹോസ്പിറ്റലിലെ MD എന്ന സ്ഥാനം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ യഥാർത്ഥ അവകാശിയായ അനുപമ നമ്പ്യാർക്ക് എത്ര ഡോക്ടർമാരെ വേണം? അതോ ഇതൊക്കെ നിന്റെ തമാശയും നേരം പോക്കുവാണെങ്കിൽ ഇതിവിടെ നിർത്തണം. ആദ്യമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, 5-6 മാസങ്ങൾക്ക് മുമ്പ് PG ഫൈനൽ ഇയറിൻ്റെ സമയത്ത് ഞാൻ ടൂറ് പോയത്? ടൂറിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം സ്റ്റേ അവിടെയുള്ള ഒരു റൂറൽ ഏരിയയിലായിരുന്നു. പറയത്തക്ക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാട്ടുപ്രദേശം. കാലാവസ്ഥയോടെ ആവണം. അന്ന് രാത്രി ചുട്ടുപൊള്ളുന്ന പനിച്ചൂടിൽ അവിടുത്തെ ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത പേടിയായിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായി ഡോക്ടർ ഗൗതമിനെ കാണുന്നത്. പനി കുറയാനായി ഇഞ്ചക്ഷൻ എടുക്കാൻ സൂചി എടുത്തപ്പോഴേ കണ്ണിലേക്ക് ഇരുട്ട് കയറും പോലെ. സൂചി പേടിയാണെന്നും
ഇഞ്ചക്ഷൻ വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ അവിടുത്തെ നേഴ്സ് ദേഷ്യപ്പെടുന്നതും ചുറ്റും നിന്നവർ ചിരിക്കുന്നതും കണ്ടു. കേൾക്കുമ്പോൾ എല്ലാവർക്കും തമാശയായി തോന്നുമെങ്കിലും സൂചിയോടുള്ള പേടി അത്രയ്ക്കായിരുന്നു. ചെറുപ്പം മുതൽ ഞാൻ പോലും അറിയാതെ എൻ്റെ ഉള്ളിൽ വളർന്ന പേടി. അതുകൊണ്ട് തന്നെ ആവണം ഹോസ്പിറ്റൽ അന്തരീക്ഷവും ഡോക്ടർമാരെയും കാണുന്നത് എനിക്ക് ചതുർത്ഥിയാണ്. ആ പനിച്ചൂടിൽ ഏറ്റവും അധികം ഞാൻ മിസ് ചെയ്തതും അച്ഛനെയും അമ്മയുമാണ്. ചെറുപ്പത്തിൽ ചെറിയൊരു ജലദോഷം വന്നാൽ പോലും എൻ്റെ ഇടത്തും വലത്തും ഇരുന്ന് എന്നെ തലോടുന്ന അച്ഛനും അമ്മയും ഓർത്തപ്പോൾ കണ്ണിൽ നിന്ന് വീണ കണ്ണീർ മുത്തുകളെ തുടച്ചു നീക്കിയത് ഡോക്ടറാണ്. സാരമില്ലടോ, ചിലർക്ക് ചിലതിനോടുള്ള പേടി ഒരു എക്സ്ട്രീം ലെവലിൽ കാണും. ഞാൻ പോലും അറിയാതെ എന്നെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഇഞ്ചക്ഷൻ എടുത്ത ഡോക്ടറെ കണ്ടപ്പോൾ ആദ്യം അത്ഭുതമായിരുന്നു. തല പൊട്ടിപ്പോകുന്ന തലവേദനയിൽ അന്ന് രാത്രി പുളയുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് എൻ്റെ നെറുകയിൽ തലോടുന്നുണ്ടായിരുന്നു ആ പാവം. ഒരുപാട് നാളുകൾക്ക് ശേഷം അന്ന് രാത്രി ഞാൻ മനസ്സമാധാനത്തോടെ ഉറങ്ങി. രാവിലെ ഉണരുമ്പോൾ എൻ്റെ ചുറ്റിനും ബാഗ് പാക്ക് ചെയ്ത് ടീച്ചേഴ്സും ഫ്രണ്ട്സും തിരിച്ചു പോകാനായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. നിർബന്ധിച്ച് വണ്ടിയിലേക്ക് കയറ്റുമ്പോൾ കണ്ണുകൾ കൊണ്ട് പരത്തിയത് ഡോക്ടറെ ആയിരുന്നു. പ്രിയപ്പെട്ടതെന്തോ ഉപേക്ഷിച്ചു പോകുന്ന പോലെ. ആദ്യമ്മ ചോദിച്ചില്ലേ, വേറെ ആർക്കും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാ ഡോക്ടർ ഗൗതമിന് ഉള്ളത് എന്ന്. അയാൾ അടുത്തുള്ളപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും അടുത്തുള്ള പോലെ തോന്നുന്നു. അനാഥയായവൾക്ക് ആരൊക്കെയോ ഉള്ളതുപോലെ. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഗന്ധമാണ് ആ ഡോക്ടർക്ക്. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന എന്തോ ഒന്ന്. പിറ്റേന്ന് ഡോക്ടറുടെ അടുത്തേക്ക് നടക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു ഭയം വന്ന് പൊതിയുന്നതറിയുന്നുണ്ടായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാൻ തീരുമാനിച്ചു. അകത്തേക്ക് കടന്നതും കാറ്റുപോലെ എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്ന ഡോക്ടറെ കണ്ടതേ ഓർമ്മയുള്ളൂ. കാരണം പുകഞ്ഞു കിട്ടിയ അടിയുടെ ആഘാതമായിരുന്നു അപ്പോഴും. ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ഭാവത്തിൽ നിൽക്കുന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഭയം തോന്നി. എന്നെ വളയ്ക്കാൻ നീ ആ അഭിരാമി സിസ്റ്ററിനോട് ബെറ്റ് വെച്ചോടി. ഡോക്ടറുടെ ചോദ്യത്തിന് നിസ്സഹായയായി തലയാട്ടുമ്പോൾ ആ കണ്ണുകളിൽ എന്നോട് പുച്ഛം നിറയുന്നത് കണ്ടു. ഞാൻ ഒരു കാര്യം നിർത്തടിപ്പില്ലേ, ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. നിന്നെ പോലെ തരം താഴ്ന്ന പെണ്ണിനോട് അറിയാതെ ഒരു ഇഷ്ടം തോന്നിപ്പോയതിൽ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. കാശിന് വേണ്ടി നീയൊക്കെ ഏതറ്റം വരെയും പോകും. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും അറപ്പും വെറുപ്പും നിന്നോടടി. സ്നേഹം എന്നത് വെറും ഒരു നേരം പോക്കാന്ന് നീ തെളിയിച്ചു. ഒരിക്കൽ കൂടി എന്നെ തോൽപ്പിച്ചില്ലേ എല്ലാവരും. ഇനി എൻ്റെ കൺമുന്നിൽ നിന്നെ കാണരുത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുമ്പോൾ കൈ ഗൗതം എന്നിലെഴുതിയ താലിയിലേക്ക് നീണ്ടു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ അകന്നു പോയത് ഒരു പുകമറ പോലെ ഓർമ്മയേ ഉള്ളൂ. 3-4 മാസങ്ങൾക്ക് ശേഷം ബോധത്തിലേക്ക് എത്തുമ്പോൾ ഒന്നും അറിയാതെ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കഴിഞ്ഞുപോയ ദിനങ്ങളിലെ സംഭവങ്ങൾ ആൻറ്റിയമ്മ പറഞ്ഞു തന്ന കൂട്ടത്തിൽ എൻ്റെ വിവാഹവും ഉണ്ടായിരുന്നു. സ്വബോധത്തോടെയുള്ള ജീവിതം തുടങ്ങിയിട്ട് മാസം 1 ആവുന്നു. കട്ടിലിൻ്റെ 2 അറ്റത്ത് അപരിചിതരെ പോലെ കിടക്ക പങ്കിടും എന്നതൊഴിച്ചാൽ ഞങ്ങൾ തമ്മിൽ കാണുന്നത് പോലും വിരളമാണ്. ചിലപ്പോൾ ഒരു കുറ്റബോധത്തിൻ്റെ പേരിൽ താലി ചാർത്തിയതാവാം. ഇനിയും ഗൗതത്തിൻ്റെ ജീവിതത്തിൽ ഒരു അപശകുനമായി നിൽക്കുന്നതിൽ അർത്ഥമില്ല. സ്നേഹം എന്നത് പിടിച്ചു വാങ്ങാനാവുന്നതല്ലോ. ഗൗതമിന് സമ്മതമാണെങ്കിൽ നമുക്ക് പിരിയാം. പറയുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദന കടിച്ചമർത്തി. അത് പറഞ്ഞിട്ടും മൗനമായി ഇറങ്ങിപ്പോകുന്ന ഗൗതമിനെ കണ്ടപ്പോൾ അവസാന പ്രതീക്ഷയും അസ്തമിച്ചിരുന്നു. അനു. രാത്രിയിൽ കട്ടിലിനറ്റത്ത് കിടക്കുന്ന ഡോക്ടറുടെ വിളി കേൾക്കി മനസ്സിൽ വല്ലാത്ത തണുപ്പ് മൂടുന്ന പോലെ. ഇതുവരെ അനുപമ എന്നല്ലാതെ വിളിച്ചിട്ടില്ല. അനുവിനറിയാമോ, എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയവിവാഹമായിരുന്നു. ബിസിനസ്സിൽ അപ്രതീക്ഷിതമായുണ്ടായ തകർച്ചയിൽ അച്ഛൻ നിൽക്കുമ്പോൾ ഗതിയില്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാ അമ്മ. അന്ന് മനസ്സിലാക്കി സ്നേഹത്തിൻ്റെ വില. പിന്നീട് പെണ്ണെന്ന് കേൾക്കുന്നത് കലിയായിരുന്നു. പണത്തിനു വേണ്ടി ഇറങ്ങിപ്പോയ അമ്മയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. ഒരു രാത്രിയിൽ വളരെ അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് കടന്നു വന്നതാണ് നീ. കണ്ട മാത്രയിൽ തന്നെ വല്ലാത്തൊരു കൗതുകം തോന്നി. സൂചിയോടുള്ള പേടി കാരണം കരഞ്ഞു കലങ്ങിയ ആ കണ്ണുകളോട് വാത്സല്യമാണ് തോന്നിയത്. രാത്രി മയങ്ങിക്കിടക്കുന്ന നിന്റെ അരികിലിരിക്കുമ്പോൾ എന്തോ ഒന്നെന്നെ നിന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്ന പോലെ. ഒരുപക്ഷെ ആ രാത്രി അവസാനിക്കാതിരുന്നെങ്കിലെന്ന് മോഹിച്ചുപോയി. വെളുപ്പിനെ എന്തോ എമർജൻസി കേസ് അറ്റൻഡ് ചെയ്ത് ഓടി വന്നതും കണ്ടത് ദൂരേക്ക് മാഞ്ഞുപോയ നിങ്ങളുടെ കോളേജ് ബസ്സായിരുന്നു.
പിന്നീടങ്ങോട്ട് 5-6 മാസക്കാലം ആ പേടിച്ചരണ്ട മുഖം കടന്നു വരാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ ജോയിൻ ചെയ്ത അന്ന് നിന്നെ കണ്ടപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നി. എന്നെ കണ്ട് ഒരു പരിചിത ഭാവം കാണിക്കാത്ത ആ മുഖം കണ്ടപ്പോൾ സങ്കടവും ദേഷ്യവുമായിരുന്നു. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയ ഇഷ്ടം. പക്ഷെ പിന്നീട് എന്നെ വിട്ടുമാറാതെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന നിന്നെ കാണുമ്പോൾ പുറമേ ഗൗരവം കാണിച്ചെങ്കിലും ഉള്ളിൽ ആ കുറുമ്പ് ഞാൻ ആസ്വദിക്കുകയായിരുന്നു. വളരെ അവിചാരിതമായാണ് അഭിരാമിയുടെ സംസാരം കേൾക്കാനിടയായത്. നീ എന്നോട് കാണിച്ച സ്നേഹം വെറും ബെറ്റിന്റെ പുറത്തുള്ളതാണെന്നറിഞ്ഞപ്പോൾ നിയന്ത്രിക്കാനായില്ല. അമ്മയെ ഓർമ്മ വന്നുപോയി. ഒരു നിമിഷം ബോധം മറന്ന് നിന്നെ അവിടെ അഡ്മിറ്റാക്കിയപ്പോൾ രേവതി മേഡം എന്നെ കാണാൻ വന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ബോധം വന്ന നീ ആരോടും മിണ്ടാതെ മൂകമായി ഇരിക്കുന്ന കണ്ടപ്പോൾ പേടി തോന്നി. മനസ്സിൽ തോന്നിയ ഷോക്കിലുണ്ടായ ഒരുതരം ഡിപ്രഷൻ. ഇതിനു മുൻപ് അച്ഛനും അമ്മയും മരിച്ചപ്പോൾ നീ ഇങ്ങനെയായിരുന്നുവെന്നറിഞ്ഞപ്പോൾ ഒന്നും നോക്കിയില്ല, എന്റെ സ്വന്തമാക്കി. നീ പറഞ്ഞ പോലെ കുറ്റബോധമല്ല, മനസ്സ് നിറയെ സ്നേഹം കൊണ്ട് ചാർത്തിയ താലിയാ പെണ്ണെ ഇത്. ഒക്കെ നിന്നോട് തുറന്നു പറയണമെന്ന് കരുതിയതാ. അടുത്ത മാസം നിന്റെ പിറന്നാളിന് നീ ഏറ്റവും വെറുക്കുന്ന ആ ദിവസം നിന്നോട് ഒരു സർപ്രൈസായി പറയണമെന്ന് കരുതി. ഈ ലോകത്ത് നിന്നെ അനാഥമാക്കിയ ആ ദിവസം നിന്നെ ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. ഇനി നിനക്കെന്നെ വിട്ടുപോണോടി. അപ്പൊ ഇത്രയും നാളും നിങ്ങളുടെ പുറകെ എന്നെ മനഃപൂർവ്വം നടത്തിയതല്ലേ? അത് നിന്റെ കുറുമ്പ് കാണാനല്ലേ? ക്ഷമിക്കടി. അതും പറഞ്ഞവളെ കെട്ടിപ്പിടിക്കുമ്പോൾ, ദേ മനുഷ്യ, എന്നെ തൊട്ടാൽ നിങ്ങളെ ഞാൻ കൊല്ലും. കെട്ടിപ്പിടിക്കാൻ വേറെ ആളെ നോക്കിക്കോ. മിനിമം ഒരു 5 മാസമെങ്കിലും നിങ്ങൾ എൻ്റെ പുറകെ നടക്കണം. എന്നിട്ട് ഞാൻ എപ്പോൾ ഓക്കെ പറയുന്നോ അന്ന് മതി കെട്ടിപ്പിടുത്തം. അതിപ്പം എന്നും രാത്രിയിൽ നീ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് തന്നെയാ ഉറങ്ങുന്നത്. എടാ കള്ള ഡോക്ടറെ. അതും പറഞ്ഞ് അവൾ എനിക്കിട്ട് തല്ലാൻ വന്നതും. അല്ല, നമുക്ക് ആ ബെറ്റങ്ങ് നടത്തിയാലോ? ഏത്? ആ, നിനക്ക് ഓർമ്മയില്ലേ 5 പിള്ളേര് വേണമെന്നോ, ആ പ്രസവമൊക്കെ ഞാൻ തന്നെ എടുക്കണമെന്നോ മറ്റോ? പെൺപിള്ളേരായാൽ പറഞ്ഞ വാക്കിന് വില വേണം. എടാ നിന്നെ ഞാൻ. അതും പറഞ്ഞ് എന്നെ അടിക്കാൻ വന്നവളെ നെഞ്ചിൽ പൊതിഞ്ഞു പിടിക്കുമ്പോൾ ആകാശത്തു നിന്ന് 1000 നക്ഷത്രങ്ങൾ കൺചിമ്മുന്നുണ്ടായിരുന്നു. അവ പരസ്പരം പറയാതെ പറഞ്ഞു, ഡോക്ടർ ഇൻ ലവ്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.